ഫ്രണ്ട്സ്, ഞാൻ അഷികയാണ്. യാഷിന്റെ മയുടെ ജീവിതത്തിൽ ഇനി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ വരാനുണ്ട്. നമ്മുടെ സ്റ്റോറി ശരിക്കും ട്രാക്കിലേക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ ആരും ചിന്തിക്കാത്ത സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമായിരിക്കും നമ്മൾ ഈ സ്റ്റോറിക്ക് നൽകാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൈത്രിയും പീലിയും ലൈലക്കൊപ്പം കിച്ചണിൽ തന്നെ നിൽക്കുകയാണ്. ലഞ്ചിനുള്ള തയ്യാറെടുപ്പിലാണ് ലൈല. ലൈല നന്നായി പാചകം ചെയ്യും. വയസ്സ് 60 ആണെങ്കിൽ കൂടി ഒരു 40കാരുടെ ചെറുചെറുക്കാണ് പുള്ളിക്കാരിക്ക്. ഭർത്താവ് പണ്ടേ മരിച്ചു പോയതാ. 2 മക്കളുണ്ട്. മൂത്ത പെണ്ണും താഴെ ഒരാണും. ഞായറാഴ്ചകളിൽ മാത്രമാണ് അവർ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. ഓരോ മാസവും ആചാര്യയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവരുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം മൈത്രിക്ക് സരു പറഞ്ഞുകൊടുത്ത അറിവാണ്. മൈത്രി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കയ്യിലിരുന്ന ജ്യൂസ് സ്പൂണിൽ കോരിയെടുത്ത് പീലിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. പിഞ്ചുവായ തുറന്ന് അത് വായിലേക്ക് ആക്കുമ്പോഴും ജ്യൂസ് പറ്റിയ ചുണ്ടുകൊണ്ട് മൈത്രിയുടെ കവിളിൽ പീലി ഉമ്മം വെക്കുന്നുണ്ടായിരുന്നു. അല്ല, ഉമ്മം വെക്കാണെന്ന് തീർത്തു പറയാനൊക്കത്തില്ല, ചെറിയൊരു കുസൃതി അങ്ങനെയും പറയാം. ശോ, ഈ പെണ്ണിന്റെ ഒരു കാര്യം, എന്റെ മുഖം മുഴുവൻ ഇന്ന് ഉറുമ്പരിക്കുമല്ലോ. മൈത്രി ടിഷ്യൂ തന്റെ മുഖം പീലിയുടെ ചുണ്ടും തുടക്കുന്നതിനിടയിൽ പറയുന്നത് കേട്ട് ലൈല തല തിരിച്ചു നോക്കി. മോളുക കുറച്ച് കുസൃതിയാണല്ലോ കുഞ്ഞെ. സ്റ്റൗവിൽ വെച്ച് മെഴുകുപുരട്ടി ഇളക്കുന്നതിനോടൊപ്പം അവർ വാത്സല്യത്തോട് പറഞ്ഞു, കുറച്ച് അധികമാണ്. മെനിഞ്ഞാൻ നിന്ന് സമർത്ഥന്റെ ഇയർഫോണും വലിച്ചു പൊട്ടിച്ചു. ഇന്നലെ ഹൻഷുവിന്റെ മേക്കപ്പ് ബോക്സ് എടുത്തേ ഒരൊറ്റ ഏറ്. പാപം, ബാലച്ചനോട് പുതിയതൊരെണ്ണം വാങ്ങിത്തരാൻ പറഞ്ഞ പിന്നാലെ നടക്കുന്നത് കണ്ടു എന്നും പറഞ്ഞ ആരും പീലിയെ വഴക്കൊന്നും പറഞ്ഞില്ലട്ടോ. അതും കയ്യിലെടുത്തിട്ട് നടക്കുവാണെന്ന് തോന്നുന്നു ചേച്ചി. ഇവള് പീലിയൊന്ന് കയറ്റി പിടിച്ച് മൈത്രി അവളുടെ ചുണ്ടിൽ മുറുത്തി. അല്ലേലും ഒന്നും അറിയാത്ത കുഞ്ഞിനെ വഴക്ക് പറഞ്ഞിട്ട് എന്തു കിട്ടാനാ? നമ്മൾ പറഞ്ഞത് വേസ്റ്റ് ആവും. കുട്ടികൾ ഓരോ വികൃതികൾ ആവർത്തിക്കുകയും ചെയ്യും. പിന്നെ വികൃതിയില്ലാത്ത കുട്ടികളുണ്ടോ? ഇനിയിപ്പോ പീലിക്കുഞ്ഞു മാത്രമല്ല, പിന്നെ ഇവിടുത്തെ മറ്റു 2 മക്കൾക്കും ഓരോ ജീവിതവും കുഞ്ഞൊക്കെ ആവും. അവരുടെ കളിയും കുറുമ്പും ബഹളവും ഒക്കെ കാണും ഒരാഗ്രഹം. വീട് സ്വർഗ തുല്യമായി മാറും ഒരു പ്രത്യേക തെളിച്ചത്തോടെ. അത്രയും പറഞ്ഞു ലൈല മറ്റു പടികളിലേക്ക് തിരിഞ്ഞപ്പോൾ മൈത്രി ഞെട്ടലോടെ നിൽക്കുകയായിരുന്നു. എന്തൊക്കെ ഇവർ സ്വപ്നം കാണുന്നത്? തന്റെ സമർത്ഥന്റെ കുഞ്ഞു അങ്ങനെയൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടാവൂ? പീലെ കൂടാതെ ഞങ്ങളുടെ മക്കളെ കാണാൻ, അവരെ താലോലിക്കാൻ അവസാനം പ്രതീക്ഷകൾ തെറ്റിച്ച് എനിക്കൊരു അമ്മയാകാൻ കഴിയില്ലെന്ന് അവരറിഞ്ഞ. മൈത്രി തന്റെ അവസ്ഥകളെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഹർഷ കയറി വരുന്നത്. ശ്രേയ അനക്കമില്ലാത്ത അവളുടെ നിൽപ്പ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു നെറ്റ് ചൊലിച്ചുകൊണ്ട് അവൻ വിളിച്ചത്. പക്ഷെ ആ വിളി അവള് കേട്ടു. എന്താ സമർത്ഥം? എന്താ ഇവിടെ? എന്തേലും വേണോ? പതിവില്ലാതെ അവൻ കിച്ചണിൽ കയറി വരുന്നത് കണ്ട് അവൾ ആരാഞ്ഞു. ഹർഷ അതിന് മറുപടിയായി ഫ്രിഡ്ജ് തുറന്നു ഐസ് മേക്കറിൽ നിന്ന് ഒരു ഐസ് ക്യൂബ് എടുത്ത് വായിലേക്കിട്ട് കടിച്ചു. അങ്ങനെ ഒരു ശീലം ഉണ്ട് അവന്. അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടവുമാണ്. ഇത് പറക്കി തിന്നാനാണോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഇതിങ്ങനെ കഴിച്ച തൊണ്ടവേദന വരത്തില്ലേ? പീലിയുടെ വായും മുഖവും കഴുകി കൊടുക്കുന്നതിനിടയിൽ അവൾ അവനോട് ചോദിച്ചപ്പോ അവനില്ലെന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നതാ. നമുക്കൊന്ന് പുറത്തു പോയി വരാൻ ത്രയാ. വേഗം പോയി ഒരുങ്ങാൻ നോക്ക്. നട്ടിച്ചാവുന്നതിന് മുമ്പ് ഇറങ്ങണം. ഫുഡൊന്ന് പുറത്തുനിന്നാക്കാം. ഹർഷ പറയുന്നത് കേട്ട് മൈത്രി ശരിക്കും എന്ന ചോദ്യഭാവത്തിൽ നിൽക്കുന്നത് കണ്ടു. എന്താ നോക്കുന്നേ? ഞാൻ കാര്യത്തിൽ പറഞ്ഞതാ. ഇന്നലെ പോവാ ഒരുപാട് ആഗ്രഹിച്ചു നിന്നതല്ലേ. എന്നാ പിന്നെ ഇന്നങ്ങോട്ട് പോവാ. ആ കടവും കാട്ട് തീരുമല്ലോ, ഹർഷ പറഞ്ഞു. എന്തുകൊണ്ട്? അത് കേട്ടു അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ റെഡി ആയിട്ടൊക്കെ നിക്കാം. എന്നിട്ട് അവസാനേ തലേന്നത്തെ പോലെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ, ഒരു കുത്തങ്ങ് വെച്ചെറിഞ്ഞാൽ ചൂണ്ടുവിരലും നടുവിരലും കൊണ്ട് അവന്റെ വയറിന് നേരെ കുത്തും പോലെ അവള് കാണിച്ചു. ഹർഷ അവളെ കൂർപ്പിച്ചു നോക്കി. അത് കണ്ടത് ഗൗരവം മാറ്റി ചിരി അടയ്ക്കാൻ മൈത്രി താഴേക്ക് നോക്കിയിട്ട് ഹർഷ അവളുടെ തലക്കെട്ട് കൊട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്തു. പോകാനുള്ള ഒരുക്കത്തിൽ കണ്ണാടിയുടെ മുന്നേ നിന്ന് സാരി ബ്ലൗസിനൊപ്പം വെച്ച് പിന്നെ ചെയ്യുകയാണ് മൈത്രി. വാഷ്റൂമിന്റെ അകത്ത് പീലിയുടെ ഹർഷിന്റെ ബഹളവും കേൾക്കാം. താൻ ഒരു തവണ കുളിപ്പിച്ചതുകൊണ്ട് ഇന്നത്തെ ജോലി ഹർഷ ഏറ്റെടുത്തിരിക്കുന്നത്. കയ്യിൽ വാച്ച് കെട്ടുന്ന സമയത്താണ് ടേബിളിലിരുന്ന് ഹർഷിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടത്. അവൻ വാഷ്റൂമിലാണല്ലോ എന്ന ചിന്തയിൽ ആരാ വിളിച്ചെന്ന് നോക്കാൻ അവൾ മൊബൈൽ എടുത്ത് സ്ക്രീനിലേക്ക് നോക്കുന്നു. അത് കട്ടായി.
നോട്ടിഫിക്കേഷൻ നോക്കി. ഹർഷിന്റെ ഏതൊരു ഫ്രണ്ടുമാണ് മൈത്രി. മൊബൈൽ അവിടെ തിരികെ വെക്കാൻ ഒരുങ്ങുമ്പോഴാണ് സ്ക്രീനിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാൾപേപ്പർ കണ്ടത്. റോക്കിംഗ് ചെയറിൽ ഉറങ്ങിക്കിടന്ന് തന്റെ നെഞ്ചോട് ചേർന്ന് മയങ്ങിക്കിടക്കുന്ന പീലി. ഇതെപ്പോ? അവളുടെ കണ്ണ് തിളങ്ങി. കോസ്റ്റ്ലി ഫോൺ ആയതുകൊണ്ട് തന്നെ ക്യാമറ ക്വാളിറ്റി അത് അന്യായമാണ്. സൂം ചെയ്തിട്ട് HD ക്ലാരിറ്റിയിൽ തന്നെ ഫോട്ടോ കിട്ടുന്നുണ്ട്. ആരാത്രയെ വിളിച്ചത്? ഫോണിലേക്ക് മതിമറന്ന് നോക്കി നിൽക്കുമ്പോഴാണ് വാഷ്റൂമിൽ നിന്ന് പീലിയും കൊണ്ട് ഹർഷ ഇറങ്ങി വന്നത്. മൈത്രി അത് കേട്ടതുപോലുമില്ല. ഹർഷ അവൾക്കൊപ്പം വന്നു അതിലേക്ക് നോക്കി. അവന്റെ ദേഹത്ത് നിന്നും വമിക്കുന്ന തണുപ്പ് സോപ്പിന്റെ ഗന്ധവുമാണ് മൈത്രിയെ ഉണർത്തിയത്. ഫ്രണ്ട് ആരോ ആണെന്ന് തോന്നുന്നു സമർത്ഥ. വിളിച്ചിട്ട് അപ്പൊ തന്നെ കട്ടായി. അപ്പോഴാ ഈ ഫോട്ടോ കണ്ടത്. ഇതെപ്പോ എടുത്തതാ? മൊബൈൽ അവന് കൈമാറിക്കൊണ്ട് അവള് ചോദിച്ചു. ഇത് ഞാനന്ന് ലേറ്റ് ആയി വന്നൊരു ദിവസമല്ലേ? ഓർമ്മയില്ലേ ഇത്രയ്ക്ക്? ഒരു പാർട്ടി ഉണ്ടായത്. ഹർഷ പീലി ബെഡിലേക്ക് ഇരിക്കുന്നതിടയിൽ ചോദിച്ചപ്പോ മൈത്രി അത് ഓർത്തെടുക്കാൻ തുടങ്ങി. ഉണ്ട്. അന്നെടുത്തതാണോ? എന്നിട്ടെന്താ ഇത് എന്നെ കാണിക്കാതിരുന്നത്? മൈത്രി ചോദിച്ചു. മറന്നുപോയതാടോ? അവൻ തലചെറിഞ്ഞ് പറയുന്നത് കണ്ട് മൈത്രി ചിരിയോടി ഒന്ന് മൂടിക്കൊണ്ട് കണ്ണാടിയുടെ മുന്നിലേക്ക് തിരിഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഹർഷ ഒരുങ്ങിക്കഴിഞ്ഞ് തിരിയുമ്പോൾ പീലിയെ സുന്ദരിയാക്കി മൈത്രി എഴുന്നേറ്റു. ഫ്ലവേഴ്സ് പ്രിന്റ് ചെയ്ത് ഫ്ലോറൽ സാരിയാണ് അവൾ എടുത്തിരിക്കുന്നത്. ചൈനീസ് കോളറോട് കൂടിയ ക്യാപ് സ്ലീവ് ബ്ലൗസും ഹെവി മാച്ചിങ് ഖാദി കമ്മലും കയ്യിലൊരു വാച്ച് മാത്രമുള്ളത്. ഏതരം വേഷം അവൾക്ക് നന്നായി ഇണങ്ങും അവന് തോന്നി. പക്ഷെ പെട്ടെന്നാണ് അവന്റെ നോട്ടം ഒന്ന് കൂർത്തത്. ശ്രേയ, അവൻ ഗൗരവത്തോടെ അവളെ വിളിച്ചു. എന്തോ? അവന്റെ മുഖം മാറുന്നത് കണ്ട് അവൾ ആശങ്കപ്പെട്ടു. താൻ എന്തെങ്കിലും മറന്നോ? അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. മൈത്രി സ്വയം തന്നെ ഒന്ന് നോക്കി. പിന്നെ മനസ്സിലാവാതെ ഹർഷ അവളെ നീക്കി നിർത്തി. ടേബിളിരുന്ന ബോക്സ് തുറന്നു. അതിലെന്തോ തിരഞ്ഞു. അവസാനം അതിൽ നിന്നെടുത്ത ബിന്ദി പാക്കറ്റ് കണ്ടപ്പോഴാണ് മൈത്രി തന്റെ നെറ്റിയിൽ തൊട്ടു നോക്കിയത്. ഷോ, മോളെ റെഡിയാക്കുന്ന തിരക്കത്തില് ഞാനതങ്ങ് മറന്നുപോയി സമർത്ഥ. ഇങ്ങ് തായോ. അവള് പൊട്ടിനായി കൈ നീക്കിയിട്ടു. അവനത് നൽകിയില്ല. പകരം അതിൽ നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് അവളുടെ പിരികങ്ങൾക്ക് നടുവിൽ ശ്രദ്ധയോടെ കൃത്യമായി അത് തൊട്ടുകൊടുത്തു. എന്തു മറന്നാലും ഇത് മറക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എത്രയാ. നിന്റെ സൗന്ദര്യത്തിൽ ഒന്നിന്റെ അലങ്കാരം ആവശ്യമില്ല. പക്ഷെ ഇത് ആവശ്യമാണ്. ഇങ്ങനെ നിന്നെ കാണാവൂ. മനസ്സിലായോ? പറയുന്നതിനോട് അവന്റെ മിഴികൾ അവളുടെ മുഖത്ത് അലഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഇനി ഒരിക്കലും മറക്കില്ല. അവന്റെ കണ്ണിലേക്ക് നോക്കി അവൾ മറുപടി നൽകി. ഹർഷ അവളുടെ കയ്യിൽ നിന്ന് പീലിയെ വാങ്ങിപ്പിടിച്ച് പുറത്തേക്ക് നടന്നു. പിന്നാലെ മൈത്രി നെഞ്ചിൽ കൈവച്ച് ആശ്വാസം എടുത്ത് അവന്റെ പിന്നാലെ നടന്നു. രണ്ടുപേരും മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ ഫ്ലവർ വേസിന് മറവിൽ നിന്ന് വൃന്ദ പുറത്തേക്ക് ഇറങ്ങി. ഇത്രയും നേരം റൂമിനകത്ത് നടന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുകയായിരുന്നു അവൾ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മുകളിൽ നിന്ന് അവള് താഴെ ഹാളിലേക്ക് പകയോട് നോക്കി. സരിയോട് യാത്ര ചോദിക്കുകയാണ് ഹർഷനും മൈത്രിയും. എന്തിനും പുറമെ മൈത്രിയുടെ മുഖത്തെ സന്തോഷം, ഹർഷന് അവളോടുള്ള കെയർ, ആചാര്യയിൽ അവളുടെ സ്ഥാനം എല്ലാം അവളുടെ രക്തം തിളപ്പിച്ചു. അവിടെ നിന്ന് ഓടി തന്റെ റൂമിലേക്ക് കയറി വൃന്ദ ഡോർ ലോക്ക് ചെയ്ത് തന്റെ ബാഗ് തുറന്നു. എന്തൊക്കെയോ മെഡിസിനുകൾ എടുത്ത് സിറിഞ്ച് ഉപയോഗിച്ച് കയ്യിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. ബെഡിലേക്ക് വീഴും. അവൾക്കുള്ളിൽ ഹർഷായിരുന്നു. അവരോടുള്ള ആസക്തി, നിറഞ്ഞ പുഞ്ചിരി, മൈത്രിയോടുള്ള വൈരാഗ്യമായി മാറാൻ വലിയ താമസമൊന്നും വേണ്ടി വന്നില്ല. ഹർഷന് മൈത്രിയോട് എന്തൊക്കെയോ ഫീലിങ്സ് തോന്നി തുടങ്ങിയെന്ന് അവളുടെ ബുദ്ധി പറയുന്നുണ്ടായിരുന്നു. അത് പാടില്ല, അവൾ ഒഴിഞ്ഞു പോണം. അതും അവളായി തന്നെ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അവർക്കിടയിൽ ഉടമ്പടിയായ ഒരുവൾക്ക് വേദനിക്കണം. അവളോ പീലിയോ ഇനി ഞങ്ങൾക്കിടയിൽ വേണ്ട. എല്ലാം പോട്ടെ. താനും തന്റെ ഹർഷം മാത്രം കണ്ണുകളടഞ്ഞ് ബോധം മറയുമ്പോഴും വൃന്ദയുടെ ഉപബോധ മനസ്സ് എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. വെട്ടിയൊതുക്കി വൃത്തിയാക്കിയ പുൽത്തകിടുകൾ, നടപ്പാതകൾ, ഇരിക്കാൻ സ്റ്റോൺ ബെഞ്ചുകൾ ഉണ്ടായിട്ട് അതിലൊന്നും താല്പര്യമില്ലാതെ പുൽത്തകിടിൽ തന്നെ സ്ഥാനം പിടിച്ചിരുന്നവർ, കച്ചവടക്കാരെ, അങ്ങനെ ഒത്തിരി കാഴ്ചകൾ പാർക്കിലൂടെ നടക്കുകയാണ് ഹർഷം മൈത്രി. പീലി ഹർഷന്റെ കയ്യിലിരുന്ന്
വാങ്ങിക്കൊടുത്ത ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ന്യൂൺ ഷോ കഴിഞ്ഞു ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചിട്ടാണ് ആ ഒരു പാർക്കിലേക്ക് വന്നത്. ഇളം വെയിൽ കൊണ്ടുള്ള പുൽത്തകരിലൂടെയുള്ള നടത്തം മൈത്രി നല്ലപോലെ ആസ്വദിച്ചു. പണ്ട് ഒഴിവുള്ള ദിവസങ്ങളില്ല അച്ഛൻ തന്നെ മൈയും അമ്മയും കൂട്ടി എവിടെയെങ്കിലും പോവുമായിരുന്നു. ബീച്ചാണ് അവരെ ഏറ്റവും മുഖ്യം. പാർക്കിൽ നടക്കാൻ കാണാനും ഒരുപാടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം കൂടുതൽ ആസ്വദിച്ചു ഹർഷനോടൊപ്പം സംസാരമായിരുന്നു. മൈത്രിക്ക് സ്വയം അത്ഭുതം തോന്നി. ആരെന്ത് പറഞ്ഞാലും ഒരു മൂളലും വാക്കിലും സംസാരം ഒരുക്കുന്ന താനിപ്പ് ഹർഷനൊപ്പം കൂടി ഒരു വായാടി തന്നെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ തന്നെ അങ്ങനെ മാറ്റിയിരിക്കുന്നു എന്ന് പറയാം. പിന്നെ ഒരുപാട് വർത്താനം പറഞ്ഞ് നടക്കുമ്പോഴാണ് അവർക്കിടയിലേക്ക് ഒരു കൊച്ചു പയ്യൻ ഓടി വന്നത്. അവന്റെ കൈയിൽ നിന്ന് ഓരോ കെട്ട് ചുവന്ന പുഷ്പങ്ങളുമുണ്ട്. ഒരു കെട്ട് പൂവാങ്ങോ? കാഴ്ചയിലും സംസാരത്തിലും ഒരു ബംഗാളി പയ്യനെ പോലെ തോന്നിക്കുന്നൊരു എങ്കിലും മലയാളമാണ് സംസാരിക്കുന്നത്. അവൻ ദയനീയമായി അവരെ നോക്കിയിരുന്നു. മൈത്രി അവന്റെ രൂപവും സംസാരമൊക്കെ കണ്ടപ്പോ പാവം തോന്നി. കളിച്ചും ചിരിച്ചു നടക്കേണ്ട പ്രായത്തിൽ അവളൊന്ന് നിശ്വസിച്ചു. ഒന്നിനെന്താ വില? പെട്ടെന്ന് ഹർഷം മറുപടിയെ ചോദിക്കുന്നത് കേട്ടു. 100. അവൻ പെട്ടെന്ന് പറഞ്ഞു. എങ്കിലും 2 കെട്ടെടുത്തു. പോക്കറ്റിൽ വാലറ്റ് എടുത്തുകൊണ്ട് ഹർഷ പറഞ്ഞു. ആ പയ്യന്റെ പൂനിലാവ് പോലെ ശോഭിച്ചു. അവൻ 2 കെട്ട് റോസാപ്പൂ ഹർഷന് നേരെ നീട്ടി. ഹർഷ തിരികെ 200 നോട്ടും എടുത്ത് നൽകി. അവൻ പൈസ ട്രൗസറിൽ നന്ദി എണ്ണ കൈകൾ കൂട്ടി. ഹർഷ അവന്റെ മുടിയൊന്ന് ഉലച്ചുകൊണ്ട് ചിരിച്ചു. മൈത്രിയെ നോക്കി സംതൃപ്തിയോട് ചിരിച്ചുകൊണ്ട് അവൻ പോകുമ്പോൾ ആ മുഖത്ത് സന്തോഷം നോക്കി കാണുകയായിരുന്നു അവൾ. ഹർഷ തന്റെ കയ്യിലിരുന്ന പൂക്കളിലേക്ക് ഒട്ടൊരു നേരം നോക്കി നിന്നതിന് ശേഷം അത് മൈത്രിയുടെ മുന്നിലേക്ക് നീട്ടി. മൈത്രി വിസ്മയത്തോടെ അവനെ നോക്കി. തനിക്കാണോ എന്ന ഭാവത്തില്. ഇത് മേടിക്കുമെന്നെ ഹർഷ ഊന്നി പറഞ്ഞു. മൈത്രി വേഗം അത് കയ്യിൽ വാങ്ങി. 1 ത്രയെടുത്തു, മറ്റൊന്ന് ഹൻഷുവിന് കൊടുത്തേക്ക്. കൊച്ചിന് പൂക്കൾ ഭയങ്കര ഇഷ്ടാ. അവനത് പറഞ്ഞു മുന്നോട്ടേക്ക് നടന്നത്. മൈത്രി പൂക്കൾ ഞാസികയിലേക്ക് അടുപ്പിച്ചു. ചുവന്ന റോസ് പ്രണയത്തിന്റെ പൂക്കളല്ലേ? പിന്നെ തന്നെ ഞാൻ ഹൻഷുവിന് കൊടുക്കും. മൈത്രി ആലോചനയോടെ ചുണ്ട് പുറത്തേക്ക് തള്ളി. പെട്ടെന്ന് തന്നെ അതിന് മാറ്റം സംഭവിക്കുകയും ചെയ്തു. അയ്യേ, എന്റെ മൈത്രി നീ ഇത് എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നേ? പ്രണയോ? ഒന്ന് അനുഷുവിന് തന്നെ കൊടുത്തേക്കാം. ഈ മനസ്സിന്റെ ഒരു കാര്യം. മൈത്രി സ്വയം മണ്ടക്കെട്ടൊന്ന് കൊട്ടിക്കൊണ്ട് പൂക്കൾ നെഞ്ചോട് അടുക്കി പിടിച്ച് ഹർഷന്റെ പിന്നാലെ നടന്നു. പാർക്കിൽ നിന്ന് നേരെ ബീച്ചിലേക്ക്. സന്ധ്യ കഴിഞ്ഞ് സാരംഗിയിലേക്ക് പ്രതാപിനെ പത്മയൊക്കെ കണ്ടതിന് ശേഷമാണ് 2 പേരും തിരികെ ആചാര്യയിലേക്ക് മടങ്ങിയത്. അന്നത്തെ വിശേഷങ്ങൾ പുതിയ അനുഭവങ്ങളുമായി ആ ദിവസം മറക്കാനാവാത്ത ഒന്നായി മൈത്രിയും ഹർഷവും ഒരുപോലെ അവരുടെ മനസ്സിൽ കുറിച്ചിട്ടു.